എല്ലാവർക്കും പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് രണ്ട് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ ചേർക്കുന്ന ചട്നികളാണ്. ഒന്ന് സ്വീറ്റ് ടാമറിൻ ചട്നിയും പിന്നെ ഒന്നുള്ളത് ഗ്രീൻ ചട്നിയും. രണ്ടും നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള രണ്ട് ചട്നികളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്വീറ്റ് ടാമറിൻ ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടിയോളം വാളംപുളി, അത്രയും തന്നെ വലുപ്പത്തിൽ തന്നെയാണ്. നമുക്കൊരു 5-6 വലിയ ഈത്തപ്പഴമാണിത് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈത്തപ്പഴം കുറച്ച് കുറഞ്ഞാലും പ്രശ്നമല്ല. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര അത്യാവശ്യം വലിയൊരു അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കണമെങ്കിൽ ശർക്കരപ്പാനി കുറച്ച് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. ഇതിലേക്ക് വേണ്ട മറ്റു പൊടികളാണ്. ഇത് മഞ്ഞൾപ്പൊടിയാണ് 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ്. ഇനി വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചാട്ട് മസാല. നമ്മൾ ചാട്ട് മസാലയും അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, ജീരകം വറുത്ത് പൊടിച്ചതും, ഇത് രണ്ടും ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ട, ഈ രണ്ട് ചട്നിയിലേക്കും വേണ്ട രണ്ട് കാര്യങ്ങളാണ്. എങ്കിൽ മാത്രം തന്നെയാണ് അതിനൊരു ടേസ്റ്റും അതിന് സ്മെല്ലും എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ അത് ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈത്തപ്പഴവും പുളിയും അതുപോലെ ശർക്കരയും, പിന്നെ ഈത്തപ്പഴത്തിലും പുളിയിലും കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളത് ലാസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർന്ന് ഇതിലെ സത്തുക്കളൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കണം. ഇനി മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഈത്തപ്പഴം അതുപോലെ നമ്മുടെ പുളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇതേപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കും കൂടെ ചെയ്യാം. നന്നായിട്ട് മധുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതല്ല, നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്നും കൂടെ ഈ ശർക്കര അലിയുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊരു 4-5 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം പാകമായിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ്സ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ പുളിയും എല്ലാം നന്നായിട്ട് തന്നെ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. തണുത്തതിന് ശേഷം കേട്ടോ അടിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൽ വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചാലും മതി. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഈ അരച്ച പേസ്റ്റ് ഒരരിപ്പ വെച്ച് അരിച്ചെടുക്കണം. അതിനകത്ത് പൊടികളും ആ പുളിയുടെ നാരും എല്ലാം ഉണ്ടാവും, എല്ലാം നമുക്ക് കളയണം. അപ്പോൾ അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാൻ സെയിം ആ ഒരു പാനിലേക്കില്ലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ളതാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും വേണം. പിന്നെ എരിവൊന്നും ഒരുപാടൊന്നും കൂടി പോകണ്ട, പൊടികളൊന്നും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ചാട്ട് മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ തീ ഓണാക്കണേ. ഇനി പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിൽ ഉപ്പും പുളിയും ഇനി എന്തെങ്കിലും കുറവുണ്ടോ നോക്കണം, മധുരം കുറവുണ്ടോ നോക്കണം. അപ്പോൾ അതിനെല്ലാം ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്തൊക്കെയാണോ കുറവ് അതെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പും അതുപോലെ ഇപ്പം ശർക്കരേൻ്റെ പാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൂടെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇതേപോലെ വരും. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്, കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. ഇനിയിപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ എത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ നമ്മളത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പം ഇതേ ഒരു കട്ടിയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. 2-3 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവാതെ അതേപോലെ തന്നെ ടേസ്റ്റിൽ ഒരു മാറ്റം വരാതിരിക്കും. നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യൻസ്, ആ പാനിപൂരി, ബേൽപൂരി പറഞ്ഞിട്ടുള്ള അതിലെല്ലാം ചേർക്കുന്ന ഐറ്റമാണത്. അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ചട്നി എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കി കഴിയും. ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇങ്ങനൊരു ചട്നി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചട്നിയാണ്. അതിനുവേണ്ടി ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സി ജാറിലേക്ക് ആദ്യം തന്നെ പുതിനയില ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടി പുതിനയിലയാണ് കേട്ടോ ഉള്ളത്.
അത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കുറഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയാണ് സെയിം അളവ് തന്നെ, ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ അതുപോലെ ഒരു പച്ചമുളക്, പാകത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും 1/4 ടീസ്പൂൺ തന്നെ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒരുപാടൊന്നും കൂട്ടി അരയ്ക്കണ്ട, വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കണേ. ഇതേപോലെ ഈ ഒരു ഗ്രീൻ ചട്നി ഈ ഒരു കട്ടിയിലെടുക്കുകയാണെങ്കിൽ നമുക്ക് സാൻഡ്വിച്ചിലൊക്കെ തേച്ച് കൊടുക്കാൻ കറക്റ്റ് പാകമായിരിക്കും, ഈ ഒരു കട്ടിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൽ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാനിപ്പൂരിയുടെ ആ ഒരു പാനി ഉണ്ടല്ലോ, അതെല്ലാം ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കട്ടി ഇതിൽ ഏറെ വേണം. ഞാനതുകൊണ്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ലൂസിലാണ് ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റത്തിലേക്ക് എനിക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 ഡ്രോപ്പ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ ചട്നി. ഇത് എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രം ഉണ്ടാക്കുക, ഒരുപാട് നേരം പുറത്ത് വെക്കാനോ ഫ്രിഡ്ജിൽ വെക്കാനോ പാടില്ല, എൻ്റെ കളറൊക്കെ മാറിപ്പോവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇതുകൂടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇന്ന് കാണിച്ച 2 ചട്നികളും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ 2 ചട്നി ഉപയോഗിച്ചിട്ടുള്ള നല്ല കിടിലൻ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്, കാണാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.